മണിപ്പൂർ കലാപത്തിന് പിന്നിൽ അമേരിക്കൻ ചാരസംഘടന. ഞെട്ടിപ്പിക്കുന്ന വാർത്തയുമായി റഷ്യയുടെ മാധ്യമം. മണിപ്പൂരിൽ കാലങ്ങളായി നടക്കുന്ന ആഭ്യന്തര സംഘർഷത്തിനിടയിൽ കുക്കികൾക്ക് സൈനിക സഹായം നൽകുന്നത് അമേരിക്കൻ ചാരനാണെന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണിപ്പോൾ റഷ്യൻ മാധ്യമമായ സ്പുട്നിക് പുറത്തുവിടുന്നത്. കാലങ്ങളായി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു വീഡിയോയെ അടിസ്ഥാനമാക്കിയാണ് ഈ റഷ്യൻ മാധ്യമം ഇത്തരമൊരു വാർത്ത പുറത്തുവിടുന്നത്. ഡാനിയൽ സ്റ്റീഫൻ കോർണി എന്ന ഒരു മിഷണറി പ്രവർത്തകൻ നേരത്തെ അമേരിക്കയിൽ സൈനിക സേവനം നടത്തിയിരുന്ന ആളാണ്. പല വർഷങ്ങളായി ഇന്ത്യയിൽ പ്രത്യേകിച്ച് മണിപ്പൂർ കേന്ദ്രീകരിച്ച് മിഷണറി പ്രവർത്തനം, മത പ്രചരണം നടത്തുന്നയാളാണ്. അത്തരത്തിൽ നടത്തുന്ന ഒരാൾ കുക്കികൾക്ക്, മണിപ്പൂരിലെ വിമത വിഭാഗമായ കുക്കികൾക്ക് ഡ്രോണുകൾ സമ്മാനിക്കുന്നു, കുക്കികൾക്ക് പടച്ചട്ട സമ്മാനിക്കുന്നു, കുക്കികൾക്ക് ആയുധങ്ങൾ സമ്മാനിക്കുന്നു. ഇത്തരത്തിലുള്ള ഡ്രോണുകളടക്കമുള്ളവ സമ്മാനിക്കുന്ന ദൃശ്യങ്ങൾ അവ ഷൂട്ട് ചെയ്ത് അവ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നു. ഈ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ഈ വീഡിയോ ദൃശ്യത്തിനെ അടിസ്ഥാനമാക്കിയാണ് റഷ്യൻ മാധ്യമമായ സ്പുട്നിക് ഒരു വാർത്ത പ്രചരിപ്പിച്ചിരിക്കുന്നത്. ഇതോടുകൂടിയാണ് ഇത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രചരണം നേടിയത്. ഈ വാർത്തയോട് പ്രതികരിക്കുന്ന മുൻ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗമായ റോയുടെ ഒരു ഉദ്യോഗസ്ഥൻ പറയുന്നത് ഇതിൽ അത്ഭുതപ്പെടാനില്ല. കാരണം മണിപ്പൂരിലെ ആഭ്യന്തര കലാപങ്ങൾ മറ്റ് ബാഹ്യശക്തികളുടെ ഇടപെടലുകളിലൂടെ ഉണ്ടായതാണ്. ഒരിക്കലും മണിപ്പൂരിലെ ജനത പരസ്പരം അടിക്കുന്നതല്ല, തമ്മിലടിക്കുന്നതല്ല. മ്യാൻമാറിലെ തീവ്രവാദികളിലൂടെ ഇന്ത്യയുടെ ആഭ്യന്തര സമാധാനം തകർക്കാൻ, ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷ തകർക്കാൻ ബാഹ്യശക്തികൾ നടത്തുന്ന ഇടപെടലിൻ്റെ ഭാഗമാണ് മണിപ്പൂരിലെ ആഭ്യന്തര കലാപം. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയതുകൊണ്ട്, ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആയതുകൊണ്ട് മാത്രമാണ് ഇത്രത്തോളം കാര്യക്ഷമമായി മണിപ്പൂരിലെ കലാപത്തെ അടിച്ചമർത്താൻ കഴിഞ്ഞതെന്നുകൂടി റഷ്യൻ മാധ്യമത്തിൻ്റെ വാർത്ത വ്യക്തമാക്കുകയാണ്. ആരാണ് ഈ ഡേവിഡ് സ്റ്റീഫൻ കോർണി? പലപ്പോഴായി ഇന്ത്യയിൽ നിന്ന് ചട്ടവിരുദ്ധമായി പ്രവർത്തിച്ചതിൻ്റെ പേരിൽ ഇന്ത്യയിൽ നിന്ന് ഡീപ്പോർട്ട് ചെയ്തിട്ടുള്ള മിഷണറി പ്രവർത്തകനാണ് ഡാനിയൽ സ്റ്റീഫൻ. 2008 ഇദ്ദേഹത്തെ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കിയിരുന്നു. 2019 ഇദ്ദേഹത്തിൻ്റെ പാസ്പോർട്ട് റദ്ദാക്കി ഇന്ത്യയിൽ നിന്നും തിരികെ കയറ്റി അയച്ചിരുന്നു. എന്നിട്ടും പലതവണയായി ഡാനിയൽ സ്റ്റീഫൻ ഇന്ത്യയിലേക്ക് വരികയും പ്രത്യേകിച്ച് മണിപ്പൂർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. മിഷണറി പ്രവർത്തനമാണ് ഇദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ. അതേസമയം മിഷണറി പ്രവർത്തനത്തിനിടയിൽ കുക്കികൾക്ക് ആയുധങ്ങൾ സപ്ലൈ ചെയ്യുന്ന ഒരു ചാരൻ കൂടിയാണ് ഇയാൾ എന്ന് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇതിൽ എത്രമാത്രം യാഥാർത്ഥ്യമുണ്ട്, സത്യമുണ്ട് എന്നുള്ളത് ഇന്ത്യയുടെ ആഭ്യന്തര മന്ത്രാലയവും പ്രതിരോധ വകുപ്പുമാണ് വ്യക്തമാക്കേണ്ടത്. പക്ഷേ പുറത്തു വരുന്ന ചിത്രങ്ങൾ ശരിയാണെങ്കിൽ അത് വലിയൊരു തെളിവാണ്. കാരണം അവിടെ കുക്കി വിഭാഗവുമായി നേരിട്ട് സംവദിക്കുന്ന ഡാനിയൽ സ്റ്റീഫൻ്റെ ചിത്രങ്ങളുണ്ട്. അതുകൂടാതെ കുക്കി വിഭാഗങ്ങൾക്ക് കൃത്യമായി ക്ലാസ് എടുക്കുന്ന ചിത്രങ്ങളുണ്ട്. കുക്കി വിഭാഗങ്ങൾക്ക് ഡ്രോണുകൾ സമ്മാനിക്കുന്നു. അതും 5 കിലോമീറ്റർ കൃത്യമായ നിരീക്ഷണ ശക്തിയുള്ള ഡ്രോണുകളാണ് ഈ കുക്കി വിഭാഗത്തിന് ഇദ്ദേഹം കൈമാറുന്നത്. ഈ ഡ്രോണുകൾക്ക് പുറമെ പടച്ചട്ടകൾ, അതായത് ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ, മറ്റ് ആയുധങ്ങളൊക്കെ നൽകുന്നു എന്നുള്ള വിവരങ്ങളും ഇപ്പോൾ റഷ്യൻ മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട്. എന്തായാലും കാലങ്ങളായി ഇന്ത്യ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സത്യമാണ്, യാഥാർത്ഥ്യമാണ് എന്ന് പുറത്തു വന്നിരിക്കുകയാണ്. അതായത് മണിപ്പൂരിൽ നടക്കുന്നത് 2 വിഭാഗങ്ങൾ തമ്മിലുള്ള കലാപമാണെങ്കിൽ പോലും അതിൽ ഇന്ത്യ വിരുദ്ധ ശക്തികൾ ഇടപെടുന്നുണ്ട്. അവിടെ ക്രിസ്ത്യാനികളെ കൂട്ടക്കൊല ചെയ്യുകയല്ല, മറിച്ച് ഇന്ത്യ വിരുദ്ധ ശക്തികൾ, ഇന്ത്യയെ തകർക്കണമെന്ന് ആഗ്രഹിക്കുന്ന ശക്തികളുടെ ബാഹ്യ ഇടപെടൽ ശക്തമായി മണിപ്പൂരിലുണ്ട് എന്ന് ഇന്ത്യ പലവട്ടം പറഞ്ഞു. നരേന്ദ്രമോദി സർക്കാർ വ്യക്തമാക്കി. മ്യാൻമാറാണ് പ്രധാനമായും ഇന്ത്യയുടെ അതിർത്തിയിൽ സംഘർഷമുണ്ടാകുന്നത്. മ്യാൻമാറിലൂടെയാണ് ആയുധങ്ങൾ ഈ കുക്കി മെയ്തി വിഭാഗങ്ങൾക്കായി എത്തുന്നത്. ഈ ആയുധങ്ങൾ സപ്ലൈ ചെയ്യുന്നത് ആരാണ്? ഈ ആയുധങ്ങൾ കടത്തിക്കൊണ്ടുവരുന്നവർക്ക് എന്തു ലക്ഷ്യമാണുള്ളത്? ഈ ആയുധക്കടത്തിന് സാമ്പത്തികം നൽകുന്നത് ആരാണ് മണിപ്പൂരിലെ കലാപങ്ങൾക്ക് ഫണ്ടിങ് ചെയ്യുന്നത്? ഇത് ഇന്ത്യ കാലങ്ങളായി ഉയർത്തുന്ന ചോദ്യമാണ്. പക്ഷേ മണിപ്പൂരിൽ കൃത്യമായ ഇടപെടൽ നടത്താൻ ആഭ്യന്തര വകുപ്പിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു വമ്പൻ കൂട്ടക്കുരുതിയിൽ നിന്ന് മണിപ്പൂരിനെ രക്ഷിച്ചതിൻ്റെ ഏറ്റവും പ്രധാന കാര്യം. പക്ഷേ അവിടെ നടക്കുന്ന തമ്മിലടിയിൽ രാജ്യത്തിൻ്റെ പ്രതിപക്ഷം പോലും എടുക്കുന്ന നിലപാടെന്താണ്? കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നു. അവിടെ ചെന്ന് കലാപങ്ങളെ ആളിക്കത്തിക്കാനുള്ള പ്രസ്താവനകൾ നടത്തുന്നു. പക്ഷേ എന്താണ് അവിടുത്തെ കലാപത്തിൻ്റെ പിന്നിലെ അടിസ്ഥാന കാരണമെന്ന് പരിശോധിക്കാൻ ഇന്ത്യയിലെ പ്രതിപക്ഷം തയ്യാറാകുന്നില്ല. നമുക്കറിയാം,
നമ്മുടെ തൊട്ട് അയൽ രാജ്യമായ ബംഗ്ലാദേശിലുണ്ടായ ആഭ്യന്തര കലാപം, ആ ആഭ്യന്തര കലാപത്തിന് പിന്നിൽ ഉണ്ടായത് എന്തുകൊണ്ടാണ്? ആഭ്യന്തര കലാപത്തിന് പിന്നിൽ ഉള്ള യഥാർത്ഥ കാരണം എന്താണ്? എന്തുകൊണ്ടാണ് അവിടുത്തെ ജനകീയ സർക്കാരിനെ അട്ടിമറിക്കാനുള്ള സാഹചര്യം വിമതന്മാർക്കുണ്ടായത്? പിന്നീട് സംഭവിച്ചതോ അവിടെ ഇസ്ലാമിക ഭീകരന്മാർ അഴിഞ്ഞാടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇത് ആരൊക്കെയോ സ്പോൺസർ ചെയ്ത വലിയൊരു കലാപം, ഒരു രാജ്യത്തെ ശിഥിലമാക്കാനും ആ രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനത്തെ അട്ടിമറിക്കാനും അധികം വൈകാതെ സാമ്പത്തികമായും സാമൂഹികമായും നശിച്ച് ആ രാജ്യം സ്വയം ഇല്ലാതാകുന്ന സാഹചര്യം ഉണ്ടാക്കാനുമുള്ള പ്രധാനപ്പെട്ട കളി പാകിസ്ഥാനിൽ സംഭവിച്ചതുപോലെ ഇന്ന് പാകിസ്ഥാൻ്റെ ആഭ്യന്തര അവസ്ഥ എന്താണ്? പാകിസ്ഥാൻ്റെ സാമ്പത്തിക നില എന്താണ്? ലോകത്തിന് മുന്നിൽ തല ഉയർത്താൻ കഴിയാതെ തല കുമ്പിട്ട് നിൽക്കേണ്ട ഒരു ഗതികളിലേക്ക് ആയിത്തീർന്നിരിക്കുന്നു പാകിസ്ഥാൻ. ഇത് കൃത്യമായ പദ്ധതികളുടെ ഭാഗമായിട്ടാണ്. ഇതിന് സമാനമായ ഒരു ആഭ്യന്തര കലഹമാണ് മ്യാൻമാറിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മ്യാൻമാറിലെ അരാക്കൻ ആർമി മ്യാൻമാറിൽ മാത്രമല്ല ബംഗ്ലാദേശിൻ്റെ കൂടി വലിയ ഒരു ഭൂപ്രദേശം പിടിച്ചെടുത്തിരിക്കുന്നു. അങ്ങനെ ബംഗ്ലാദേശ് മ്യാൻമാർ അതിർത്തിയിൽ വലിയ സംഘർഷം, മ്യാൻമാറിൻ്റെ ജനകീയ സർക്കാരുകളെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ അവിടുത്തെ വിമതന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതും ചില ബാഹ്യശക്തികളുടെ ഇടപെടലുകളുടെ ഭാഗം തന്നെയാണ്. അതിനു സമാനമായ രീതിയിലുള്ള ഇടപെടലുകൾ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി മണിപ്പൂരിൽ നടക്കുന്നു, ഇന്ത്യയുടെ അതിർത്തികളിൽ നടക്കുന്നു. എന്നാൽ ഇന്ത്യയിലെ സർക്കാരിൻ്റെ ദൃഢനിശ്ചയവും കാരിരുമ്പ് പോലുള്ള കരുത്തുള്ള ഒരു സർക്കാരുമായതുകൊണ്ട് മാത്രം ഇന്ത്യയിൽ ഒരു തരത്തിലുമുള്ള രാഷ്ട്രീയ അട്ടിമറിക്കുള്ള അവസരം ലഭിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ബംഗ്ലാദേശിൽ ഇന്ത്യയുടെ കൃത്യമായ നിലപാടുണ്ടായി, അതുപോലെ മ്യാൻമാറിൽ ഇന്ത്യയുടെ കൃത്യമായ നിലപാടുണ്ടായി. ഒടുവിൽ സ്വന്തം അതിർത്തി കാക്കാൻ ഇന്ത്യയുടെ കൃത്യമായ ഇടപെടലും സാഹചര്യവും ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഇതാ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത്. മണിപ്പൂരിലെ ആഭ്യന്തര കലാപത്തിന് പിന്നിൽ അമേരിക്കയുടെ ചാര സംഘടനയ്ക്ക് പങ്കുണ്ട് എന്ന് റഷ്യ കുറ്റപ്പെടുത്തിയിരിക്കുന്നു. റഷ്യയുടെ മാധ്യമം ഞെട്ടിപ്പിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നു. അമേരിക്കൻ ചാര സംഘടനയുടെ നീക്കങ്ങൾ, ഇടപെടലുകൾ മണിപ്പൂർ കലാപത്തിന് പിന്നിലുണ്ട് എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്.